ശ്രീരാമകൃഷ്ണദേവൻ ധാരാളം ശിഷ്യന്മാർ ഒക്കെ യുവാക്കൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്ന് പഠിക്കും. അവിടെ തന്നെ താമസിക്കും. തമാശയും കളിയും ചിരിയായിട്ട് അങ്ങനെ പോവും. അവിടെ ആരെങ്കിലും അഷ്ടാവക്രഗീത വായിക്കുന്നുണ്ടെങ്കിൽ അപ്പം വഴക്ക് പറയും. ആര് പറഞ്ഞു നിന്നോട് വായിക്കണ്ട മാറ്റി. നരേന്ദ്രൻ അത് വായിക്കുമ്പോൾ സ്നേഹമായിട്ട് നരേന്ദ്ര അത് വായിച്ചോളൂ വായിച്ചോളൂ പറയും. നീ വായിക്കുക, അഷ്ടാവക്രഗീത വായിക്കൂ നരേന്ദ്ര. അതേ സമയത്ത് മറ്റുള്ളവർ വായിക്കുമ്പോൾ ആര് പറഞ്ഞെടുക്കാൻ അവിടെ വെച്ചേക്ക് വായിക്കോ. ഈ നരേന്ദ്രനാണ് വിവേകാനന്ദ സ്വാമികളായി ലോകത്തിന് വെളിച്ചം. മറ്റുള്ളവർ വെളിച്ചം പകർന്നില്ല എന്നല്ല പറയണത്. അതുപോലെ മഹാപുരുഷന്മാരായിരുന്നു മറ്റുള്ളവരും. ബ്രഹ്മാനന്ദ സ്വാമികളായാലും തുരീയാനന്ദ സ്വാമികളായാലും അഭേദാനന്ദ സ്വാമികളായാലും അഖണ്ഡാനന്ദ സ്വാമികളായാലും ത്രിഗുണാതീതാനന്ദ സ്വാമികളായാലും ഒക്കെ തന്നെ ലോകം മുഴുവൻ ഹിന്ദു ധർമ്മത്തിൻ്റെ മഹിമയെ വിളംബരം ചെയ്തവർ തന്നെയാണ്. നിർമ്മലാനന്ദ സ്വാമികളായാലും അല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ആ പ്രായത്തിൽ ആ ഘട്ടത്തിൽ ഇത് നരേന്ദ്രൻ പഠിച്ചാൽ മതി എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ വിചാരിച്ചത്. അതെന്തുകൊണ്ടാ മനസ്സിലാക്കുക.